الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى له الحمد في الدنيا والأخرى لا نحصي ثناء على ربنا هو كما أثنى عليه على نفسي بأسمائه الحسنى وصفاته العلى أشهد أن لا إله إلا الله وحده لا شريك له ذو العزة والجبروت لا يعجزه شيء في الأرض ولا في السماء وأشهد أن نبينا وسيدنا محمدا عبده ورسوله المصطفى المبعوث بالرحمة والهدى اللهم صل وسلم وبارك على عبدك وخليلك محمد وعلى آله وأصحابه والتابعين ومن تبعهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ആത്മാർത്ഥമായി നിർവഹിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയാം, അത് കുടുംബമാണ്. അതല്ലെങ്കിൽ പല കുടുംബങ്ങൾ ചേർന്ന് ഒരു വലിയ സമൂഹമായി മാറുന്നു എന്ന വസ്തുത നമ്മളൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. കുടുംബം ഭദ്രമാകുമ്പോഴാണ് ഒരു സമൂഹം എപ്പോഴും ഭദ്രമായി തീരുന്നത്. കുടുംബങ്ങൾ ആരോഗ്യമുള്ള കുടുംബങ്ങളാകുമ്പോഴാണ് ഒരു ഉമ്മത്ത് അഥവാ ഒരു സമുദായം, ഒരു സമൂഹം ആരോഗ്യ സമ്പൂർണമായ സമൂഹമായി മാറുന്നത്. മനുഷ്യരും ഇതര ജീവജാലങ്ങളും തമ്മിലുള്ള വ്യത്യാസവും അത് തന്നെയാണ്. നിങ്ങൾ നോക്കൂ, മനുഷ്യേതര ജന്തുജാലങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അവക്ക് അന്നം നേടാനുള്ള ശേഷിയുണ്ടാകുമ്പോൾ, അതേപോലെ തന്നെ ശത്രുവിനെതിരിൽ ആത്മരക്ഷ സ്വീകരിക്കുവാനുള്ള ഒരു കഴിവ് നേടുന്നതോടുകൂടി പിന്നെ മറ്റു ജന്തുജാലങ്ങൾക്ക് മാതാപിതാക്കൾ ആവശ്യമില്ലാതെയായി മാറുന്നു. അവ സ്വന്തമായി അന്നം നേടുന്നു, സ്വന്തമായി ആത്മരക്ഷ കൈവരിക്കുന്നു. എന്നാൽ വിശ്വാസികളെ, നമ്മളടങ്ങുന്ന മനുഷ്യ സമൂഹം അങ്ങനെയല്ല. നമുക്ക് മാതാപിതാക്കളുടെ ദീർഘകാല സാന്നിധ്യവും പരിചരണവും ആവശ്യമാണ്. മാതാപിതാക്കളില്ലെങ്കിൽ, മാതാപിതാക്കളുടെ കൃത്യമായ പരിചരണവും അവരുടെ സംരക്ഷണവുമില്ല എങ്കിൽ വളർന്നു വരുന്ന മക്കൾ കരുത്തുറ്റവരായി മാറില്ല. ആത്മീയ രംഗത്ത് അവർ ഉന്നതി പ്രാപിക്കുകയില്ല. ജീവിത രംഗത്ത് തന്നെ അവർക്ക് പല നിലക്കുള്ള കുറവുകളും ഉണ്ടാകും. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കുടുംബ സംവിധാനം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യത്തോടുകൂടെ നോക്കിക്കാണുന്ന ഒരു മതമാണ് റബ്ബിന്റെ മതം. മനുഷ്യരെല്ലാം നേടുന്നതും
മനുഷ്യർക്ക് എല്ലാം ലഭിക്കുന്നതും അവന്റെ കുടുംബത്തിൽ നിന്നാണ്. നാം ഉറങ്ങുന്നതും ഉണരുന്നതും നമ്മുടെ കുടുംബത്തിൽ വെച്ചാണ്. ജനിക്കുന്നതും മരിക്കുന്നതും കുടുംബത്തിൽ വെച്ച് തന്നെയാണ്. നാം ശീലിക്കുന്ന ശീലങ്ങളൊക്കെയും നാം നേടുന്നത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ആ കുടുംബത്തിൽ തന്നെയാണ് നമ്മൾ കളിച്ചു വളർന്നത്. ആ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് നാം ഭാഷയും സംസ്കാരവും എല്ലാം പഠിക്കുന്നത്. ആദ്യാക്ഷരങ്ങൾ പഠിക്കുന്നത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുടുംബം എന്ന് പറയുന്നത് അത്ഭുതകരമാണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ്, വിവരണാതീതമാണ്. മനുഷ്യനെപ്പോഴും എത്രയും വേഗം തിരിച്ചു ചെല്ലാൻ കൊതിക്കുന്ന വലിയ ഒരു പ്രതീക്ഷയുടെ കേന്ദ്രമാണ് നമ്മുടെ വീട്, കുടുംബം എന്നൊക്കെ പറയുന്നത്. അള്ളാഹുവിന്റെ മതം കുടുംബത്തെ സംബന്ധിച്ച് പറയുന്നത് വലിയ പ്രാധാന്യത്തോടുകൂടെയാണ്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ൽ 72-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ സംവിധാനം എന്ന ആ വലിയ അനുഗ്രഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ അല്ലാഹു അവിടെ പറയുന്നത് എന്നറിയോ? വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജൻ വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദ വറസഖകും മിനത് ത്വയ്യിബാത് അഫബിൽ ബാതിലി യുഅ്മിനൂൻ വബിനിഅമതില്ലാഹി ഹും യക്ഫുറൂൻ. അല്ലാഹു ചോദിക്കുകയാണ്, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജാ, മനുഷ്യരെ നിങ്ങളിൽ നിന്ന് തന്നെ അല്ലാഹു നിങ്ങൾക്ക് ഇണകളെ നിശ്ചയിച്ചു തന്നില്ലേ? അത് വലിയൊരു അനുഗ്രഹമാണ്. ആ ഇണകൾ മാത്രമല്ല, വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദ, നിങ്ങളുടെ ഇണകളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് മക്കളെയും പേരമക്കളെയും സംവിധാനിച്ചു. അങ്ങനെ ഒരു കുടുംബ സംവിധാനം നിങ്ങൾക്ക് നൽകി. ഇത് റബ്ബ് തന്ന അനുഗ്രഹമാണ്. വറസഖകും മിനത് ത്വയ്യിബാത്, വിശിഷ്ടമായ ഏറ്റവും നല്ല വസ്തുക്കളെ അവൻ ഉപജീവനമായി നിങ്ങൾക്ക് നൽകുകയും ചെയ്തില്ലേ? ഈ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നില്ലേ? അഫബിൽ ബാതിലി യുഅ്മിനൂൻ, എന്നിട്ടും നിങ്ങൾ നിരന്തകമായതിലാണോ വിശ്വസിക്കുന്നത്? വബിനിഅമതില്ലാഹി ഹും യക്ഫുറൂൻ, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ അവർ നിഷേധിച്ചു തള്ളുകയാണോ? റബ്ബിന്റെ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ അനുഭവിക്കുന്ന കുടുംബ സംവിധാനം പോലും അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മനുഷ്യരെ. എന്നിട്ട് ഇത്തരം അനുഗ്രഹങ്ങളെ നിഷേധിച്ചുകൊണ്ട് നിരർത്ഥകമായ പലതിലും വിശ്വസിച്ചുകൊണ്ടാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നുണ്ട് ഖുർആനിൽ. നോക്കൂ, കുടുംബ സംവിധാനത്തെ വലിയ നിഅമത്തായി അല്ലാഹു ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. മാത്രവുമല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനമായ ആരാധന ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും പറയും, പരലോകത്തെ ആദ്യമായി വിചാരണ ചെയ്യുന്ന കർമ്മങ്ങളിൽ പ്രധാനമായ ആരാധന അതേതാണ്? നമസ്കാരമാണ്. എന്നാൽ ആ നമസ്കാരത്തിൽ നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ ഏതെങ്കിലും ഖുർആനിലുണ്ടോ വിശ്വാസികളെ? ഇല്ല. ഇസ്ലാമിന്റെ രണ്ടാം പ്രമാണമായ ഹദീസുകളിലാണ് നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ അധികവുമുള്ളത് എന്ന് വേണ്ട, പൂർണ്ണമായും എന്ന് തന്നെ പറയാം, അല്ലേ? എന്നാൽ കുടുംബം എന്ന ഈ മഹത്തായ അനുഗ്രഹത്തെ സംബന്ധിച്ച് രണ്ട് പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിലൂടെ തന്നെ നേരിട്ട് പഠിപ്പിക്കുകയാണ്. രണ്ട് പ്രാർത്ഥനകൾ ഖുർആനിലൂടെ തന്നെ. അതും എന്തിനെ കുറിച്ചാണ്? കുടുംബത്തെ കുറിച്ച്, അല്ലേ? ഒന്നേതാണ്? മാതാപിതാക്കൾക്ക് നന്മ ലഭിക്കാൻ വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. സൂറത്തുൽ ഇസ്രായിൽ നിങ്ങൾക്കൊക്കെ അറിയാമത്. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, എളിമയുടെ കാരുണ്യത്തിന്റെ ചിറക് നീ അവർക്ക് രണ്ടുപേർക്കും താഴ്ത്തി കൊടുക്കുക. വഖുൽ, എന്നിട്ട് നീ പറയണം, പ്രാർത്ഥിക്കണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, എന്നെ ചെറുപ്പത്തിൽ അവർ പോറ്റി വളർത്തിയതുപോലെ അല്ലാഹുവേ നീ അവരോട് രണ്ടുപേരോടും കരുണ കാണിക്കണമേ എന്ന് ഓരോ സന്തതികളും മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഒന്നാമത്തെ പ്രാർത്ഥനയാണ്. രണ്ടാമത് ഖുർആൻ വീണ്ടും കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന കൂടെ ഖുർആനിൽ നേരിട്ട് പഠിപ്പിക്കുകയാണ്. അതേതാണ്?
നമ്മുടെ കുടുംബത്തിൽ നമുക്ക് സംതൃപ്തി ലഭിക്കാൻ വേണ്ടി ഓരോ വിശ്വാസിയും പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന പഠിപ്പിക്കുന്നത് എന്താണ്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഞങ്ങളുടെ നാഥാ, ഹബ് ലനാ, നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ, മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും, വദുർരിയാതിനാ, ഞങ്ങളുടെ സന്തതികളിൽ നിന്നും, ഖുർറത അയുനിൻ, കൺകുളിർമ നൽകണമേ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, സജ്ജനങ്ങൾക്ക് മുന്നിൽ നടക്കുന്നവരായി ഞങ്ങളെ നീ മാറ്റുകയും ചെയ്യണമേ എന്ന്. ഇത് പ്രാർത്ഥിക്കാൻ അല്ലാഹു നേരിട്ട് പഠിപ്പിച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? കുടുംബം എന്ന സംവിധാനത്തെ തകർക്കാനും അതിന്റെ കടക്കൽ കത്തിവെക്കാനും കുടുംബ സംവിധാനത്തെ തകർക്കാൻ ആവശ്യമായ കണ്ടന്റുകളുമെല്ലാം ഇന്ന് സമൂഹ മാധ്യമങ്ങളിലും റീലുകളും ഒക്കെയായി ഒരു വിഭാഗം ആളുകൾ നിരന്തരമായി അതിന് ശ്രമം നടത്തുമ്പോൾ മുസ്ലിമീങ്ങളെ, വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് കുടുംബമാണ്. ആ കുടുംബത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയിരിക്കുകയാണ്. എന്നാൽ ഞാൻ പറയാൻ പോകുന്ന വിഷയം അതല്ല. അതെന്താണ്? ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, പുതിയ കാലഘട്ടത്തിൽ ഇന്നത്തെ ആധുനിക കുടുംബങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികൾക്ക്, ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മൾ കാണേണ്ടത് വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് ഇന്നും വരുന്ന അടുത്ത ഖുത്ബയിലൂടെയും ആധുനിക കുടുംബങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും ആ പ്രതിസന്ധികൾക്കുള്ള ഇസ്ലാമിക പരിഹാരങ്ങളുമാണ് ഞാൻ നിങ്ങളെയും എന്നെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. അതിൽ വളരെ പ്രധാനമായ 3 പ്രതിസന്ധികളാണ്, അതിനുള്ള പരിഹാരങ്ങളാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ, നിങ്ങളിലേക്ക് ഇട്ടുതരാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ വെറും ഒരു ഖുത്ബ കേൾക്കുക, അതല്ലെങ്കിൽ ഒരു സംസാരം കേൾക്കുക എന്നതിലപ്പുറം നമ്മളൊക്കെ പരിഹാരം കാണേണ്ട വിഷയങ്ങളായതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുകയും, അതായത് നമ്മുടെ മനസ്സിൽ അതുണ്ടാകുകയും അതിനുള്ള പരിഹാരം എങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് നമ്മൾ ഓരോരുത്തരും ഗൗരവമായി ചിന്തിക്കുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി, ആധുനിക ലോകത്തെ കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒന്നാമത്തെ പ്രതിസന്ധി, പ്രശ്നം എന്ന് പറയുന്നത് ബാധ്യതയിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ബാധ്യതയിൽ നിന്നുള്ള ഒളിച്ചോട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും വിചാരിക്കരുത് അത് കേവലം സാമ്പത്തികമായ ബാധ്യതയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് എന്നാരും ചിന്തിക്കേണ്ടതില്ല. മറിച്ച് ഒരു കുടുംബം എന്ന് പറയുന്നത് അതൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലുള്ള ഓരോ അംഗങ്ങളും അവർക്ക് ഉത്തരവാദിത്വമുണ്ട്, അവർക്ക് ബാധ്യതകളുണ്ട്, അവർക്ക് കടപ്പാടുകളുണ്ട്. ആ കടപ്പാട് ഓരോരുത്തരും നിർവഹിക്കുമ്പോൾ മാത്രമാണ് ആ കുടുംബം ഭംഗിയോടെ, സമാധാനത്തോടുകൂടെ, നല്ല നിലക്ക് മുന്നോട്ട് പോകുക. അത് ഏതൊരു സ്ഥാപനമാണെങ്കിലും അങ്ങനെയാണ്. ഏത് സ്ഥാപനവും നല്ല നിലക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ ജോലി ചെയ്യുന്നവർ കൃത്യമായ ഉത്തരവാദിത്വ നിർവഹണം അവർ നിർവഹിക്കുമ്പോൾ മാത്രമേ അത് നല്ല കോലത്തിൽ മുന്നോട്ട് പോകുകയുള്ളൂ. ബാധ്യത എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല. മനുഷ്യന് മാത്രമാണത്രേ ബാധ്യത ഏറ്റെടുക്കാനും അത് നിർവഹിക്കാനുമുള്ള കഴിവുള്ളത്. മനുഷ്യരല്ലാത്ത ഈ ലോകത്ത് മനുഷ്യരെക്കാൾ അത്ഭുതകരമായ അള്ളാഹുവിന്റെ പല സൃഷ്ടികളുമുണ്ട്. അവർക്കൊന്നും തന്നെ പടച്ച തമ്പുരാൻ അവരോട് കൽപ്പിക്കാൻ, അതല്ലെങ്കിൽ അവരോട് കൽപ്പിക്കാൻ ഉദ്ദേശിച്ച ഒരു ബാധ്യതകളും ഏറ്റെടുക്കാൻ അവർക്കാർക്കും കഴിയാതെ അവരൊക്കെ പിന്മാറി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ സൂറത്തുൽ അഹ്സാബിലെ 72ാമത്തെ ആയത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ചിന്തിച്ചു നോക്കൂ. അല്ലാഹു പറയുകയാണ്, ഇന്നാ അർദിനൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. നമ്മൾ പല ആവർത്തി ഓതിയ ആയത്തല്ലേ ഇത്. എന്താണ് ഇതിലൂടെ അല്ലാഹു പറയുന്നത്? ഇന്നാ അർദിനൽ അമാനത, ഉത്തരവാദിത്വം എന്ന് പറയുന്ന അമാനത്തിനെ നാം എടുത്തു കാണിച്ചു കൊടുത്ത് പ്രദർശിപ്പിച്ചു. ആർക്കൊക്കെയാ പ്രദർശിപ്പിച്ചത്? അലസ്സമാവാതി, നമ്മേക്കാൾ വലിയ സൃഷ്ടിയായ ആകാശത്തിന്റെ മേൽ. ആകാശത്തിന് ഇങ്ങനെ ഉത്തരവാദിത്വം, അള്ളാന്റെ നിയമങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിച്ചു കൊടുത്തു എന്നാണ് അള്ളാഹ്. അതേപോലെ പിന്നെ ആർക്കാ കൊടുത്തത്? വൽ അർളി, ഭൂമിക്ക് പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുത്തു. ഇതൊക്കെയാണ് ഞാൻ കൽപ്പിക്കാൻ പോകുന്ന ഉത്തരവാദിത്തങ്ങൾ. വൽ ജിബാലി,
വലിയ വലിയ പർവ്വതങ്ങൾ, ഇങ്ങനെ ആകാശത്തിനും ഭൂമിക്കും പർവ്വതങ്ങൾക്കുമൊക്കെ അള്ളാഹു അവന്റെ ദീനിന്റെ നിയമങ്ങളും ഉത്തരവാദിത്തങ്ങളും കാണിച്ചു കൊടുത്തപ്പോൾ അവരെല്ലാവരും പേടിച്ചു. അവയൊക്കെ വിസമ്മതിച്ചു. എന്ത്? ഞങ്ങൾ ഏറ്റെടുക്കൂല, ഞങ്ങൾക്ക് കഴിയൂല. അവയൊക്കെ അതിനെക്കുറിച്ച് ബേജാറായി. ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ ഞങ്ങൾക്കത് നിർവഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഈ വലിയ വലിയ സൃഷ്ടികളൊക്കെ പിറകോട്ട് പോയപ്പോൾ അല്ല പറയാണ്, മനുഷ്യർക്ക് ഇത് കാണിച്ചു കൊടുത്തു അള്ളാന്റെ ഉത്തരവാദിത്വം, അല്ല കൽപ്പിക്കാൻ പോകുന്ന അവന്റെ നിയമങ്ങൾ. അവെന്താ മനുഷ്യൻ ചെയ്തതെന്നറിയോ? മനുഷ്യൻ അത് വേഗത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ ചെയ്തോളാം. ഇങ്ങനെയാണ് മനുഷ്യന്റെ പ്രകൃതി. എന്താണ് ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്? മനുഷ്യൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവൻ വളരെ ഉത്സാഹമുള്ളവനാണ്. വേഗം ഏറ്റെടുക്കും, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഞാനത് അങ്ങനെ ചെയ്തോളാം, നിർവഹിച്ചോളാം എന്ന് വേഗം അവൻ ഏറ്റെടുക്കാൻ വളരെ ഉഷാറാണ്. പക്ഷേ അല്ലാഹു തുടർന്ന് പറയുന്നുണ്ട്, ഇന്നഹു കാന വലൂമൻ ജഹൂലാ. എന്നാൽ അവൻ ആരാണ്? വലൂമാണ്, അതിക്രമകാരിയാണ്. അതേപോലെ ജഹൂലൻ, വിവരദോഷിയുമാണ്. കാര്യങ്ങളൊക്കെ വേഗത്തിൽ ഏറ്റെടുത്തിട്ട് അത് നിർവഹിക്കൂല. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഏത് ഉത്തരവാദിത്തമാണെങ്കിലും ഏറ്റെടുക്കാൻ കാണിക്കുന്ന ഉത്സാഹം പോലെയല്ല അത് നിർവഹിക്കുന്ന വിഷയത്തിൽ പലരും കാണിക്കുന്ന അവരുടെ സമീപനങ്ങൾ. അപ്പൊ ഉത്തരവാദിത്വം നിർവഹിക്കണം. അപ്പൊ ഒരു കുടുംബം സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? ആ കുടുംബത്തിലെ ഓരോ മെമ്പറും എന്ത് വേണം? ഉത്തരവാദിത്വം നിർവഹിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഏതൊരു കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുന്നുണ്ടോ ഒരു കാര്യം നമുക്ക് ഉറപ്പായിരിക്കും. എന്താണെന്നറിയോ? ആ കുടുംബത്തിലെ മെമ്പർമാർ അവരുടെ ഉത്തരവാദിത്വ നിർവഹണം, അവരുടെ ഹഖൂഖുകൾ, അവരുടെ ബാധ്യതകൾ അവർ നിർവഹിക്കുന്നുണ്ട് എന്നതാണ് അത് നമുക്ക് അറിയിച്ചു തരുന്നത്. ഒരു ചെറിയ കുട്ടി, കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു കുടുംബത്തിൽ നിന്ന് കോളേജിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടി ഒരു ചെറിയ ഉത്തരവാദിത്വ കുറവ് കാണിച്ചാൽ ആ കുടുംബം കണ്ണീരിലാവും. വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഒരു കുട്ടി നിർവഹിക്കേണ്ട ബാധ്യത ആ കുട്ടി നിർവഹിക്കാതെ അതിൽ നിന്ന് പിറകോട്ട് പോയാൽ അവിടെ നമുക്ക് ടെൻഷനാണ് പിന്നെ കാണാൻ കഴിയുക. കുടുംബം കണ്ണീര് കുടിക്കുന്നതാണ് കാണാൻ കഴിയുക. ഇങ്ങനെ ഓരോ മെമ്പർമാരും അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങളെല്ലാവരും മേക്കുകാരാണ്, നിങ്ങളുടെ കീഴിലുള്ളവരെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. എന്നിട്ട് ഒന്നാമത് പറയുന്നു, ഫൽ അമീറുല്ലദീ അലന്നാസി റാഇൻ അലൈഹിം വഹുവ മസ്ഊലുൻ അൻഹും. ഒരു നാട്ടിലെ ഭരണാധികാരി, ഒരു രാജ്യത്തിന്റെ രാജാവ്, ഒരു പ്രദേശത്തിന്റെ MP ആകട്ടെ, MLA ആകട്ടെ, അതല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വമുള്ളയാളാകട്ടെ, ഒരു പഞ്ചായത്ത് മെമ്പറാകട്ടെ, അയാളുടെ കീഴിലുള്ള ഉത്തരവാദിത്തങ്ങൾ അയാളെ ഏൽപ്പിച്ചത് അയാളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വറജുലു റാഇൻ അലാ അഹ്ലി ബൈതിഹി. ഒരു പുരുഷൻ, ഒരു ഗൃഹനാഥൻ അയാളുടെ കുടുംബത്തിന്റെ മേൽ ഉത്തരവാദിത്തമുള്ളവനാണ്. വഹുവ മസ്ഊലുൻ. അയാൾ ആ കുടുംബം, ആ ഉത്തരവാദിത്തത്തെ കുറിച്ച് അയാളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ കുടുംബനാഥനോട് എന്ത് ചെയ്യും? ചോദ്യം ചെയ്യും. വൽമർഅതു റാഇയത്തുൻ അലാ ബൈതി ബഅലിഹാ വവലദിഹി വഹിയ മസ്ഊലത്തുൻ അൻഹും. ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഭർത്താവിന്റെ വീട്ടിലെ രാജ്ഞിയാണ്. അവൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഭർത്താവിന്റെ മക്കളുടെ ഉത്തരവാദിത്വം അവളുടെ മേലാണ്. വീടിന്റെ ഉത്തരവാദിത്വം അവളാണ് നിർവഹിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു പെണ്ണ് അവളോടും അവളുടെ കീഴിലുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. വിശദമായി വിശദീകരിക്കേണ്ട കാര്യമല്ല, നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് അത് വളരെ പവിത്രമായ കാര്യമാണ്. എനിക്ക് തോന്നിയതുപോലെ കൊണ്ടുപോകാനുള്ളതല്ല. അതുകൊണ്ട് ഞാൻ ഈ കുടുംബത്തിലൊരു മെമ്പറാണ്, ഞാൻ ഈ കുടുംബത്തിന് ഒരിക്കലും ചീത്തപ്പേരുണ്ടാക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ ഓരോ കാര്യങ്ങളിലും ഏർപ്പെടുകയുള്ളൂ എന്ന് നമ്മുടെ കുടുംബത്തിലെ ഓരോ മെമ്പർമാരും കൃത്യമായ നിലക്ക് ഒരു നിലപാടും അവരുടെ കൃത്യമായ ഒരു വ്യക്തിത്വവും ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. ഇത് പലപ്പോഴും നഷ്ടപ്പെടുമ്പോഴാണ് പല കുടുംബങ്ങളിലും അസ്വസ്ഥതയുണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യം, ഉത്തരവാദിത്ത നിർവഹണത്തിൽ നമ്മളൊക്കെ എവിടെയാണ്? രണ്ടാമത്തെ പ്രശ്നം, ഇന്ന് കുടുംബങ്ങൾ അനുഭവിക്കുന്ന രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്
ആർക്കും സമയമില്ല എന്നുള്ളതാണ്. പൊതുവെ ഇന്ന് ലോകത്ത് ആർക്കും സമയമല്ല. കാരണം മനുഷ്യൻ ഇന്ന് തിരക്ക് പിടിച്ചൊരു ലോകത്താണല്ലോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും സമയമില്ല. എന്ത് ചോദിച്ചാലും ആർക്കും സമയമില്ല എന്നുള്ള പരാതിയാണ്. പക്ഷേ കുടുംബത്തിന്റെ കാര്യത്തിലും പരാതിയാണ് ഈ നിലക്കുള്ളത്. ഒരു വിഷയം എന്ത്? സമയമില്ല. ഇപ്പോ രാവിലെ അടുക്കളയിലേക്ക് പ്രവേശിക്കുന്ന ഒരു വീട്ടമ്മ വിശ്രമമില്ലാതെ പണിയാണ്. വീട്ടിൽ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ ജോലി എങ്ങനെ ചെയ്യണമെന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു പ്ലാനിംഗ് ഇല്ല. നേരം എടുത്താൽ അടുക്കളയിലേക്ക് ഇറങ്ങാണ്, എന്നിട്ട് ഓരോന്ന് ചെയ്യാണ്. അങ്ങനെ നിസ്കരിക്കാൻ സമയമില്ല, ഉറങ്ങാൻ സമയമില്ല, മറ്റുള്ള കാര്യങ്ങൾക്ക് സമയമില്ല, വ്യായാമം ചെയ്യാൻ സമയമില്ല, ജീവിതത്തിന്റെ മറ്റാവശ്യങ്ങൾ നിർവഹിക്കാൻ സമയമില്ല. ഈ ഒരു വീടുമായി കുക്കിംഗ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പോകുന്ന കുറെ ആളുകളുണ്ട്. എന്നിട്ടോ ഇന്ന് പലപ്പോഴും പഠനങ്ങൾ പറയുന്നത് പല വീട്ടമ്മമാര് രോഗികളാണ്, ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തേ കാരണം? നമ്മുടെ ലൈഫിൽ ഒരു പ്ലാനിംഗ് ഇല്ല എന്നതാണ്. അതേപോലെ തന്നെ വീട്ടിൽ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് മൊബൈൽ ഫോണും ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ ഉപയോഗം. ഇതൊക്കെ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഓരോ വീടുകളിലും നമ്മുടെ കുട്ടികളും മുതിർന്നവരും എല്ലാം ഇതിനടിമപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. എല്ലായിടത്തും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. സംസാരിക്കാൻ നേരല്ല. അല്പസമയം കിട്ടിയാൽ എല്ലാവരുടെ കയ്യിലും ഓരോ സ്ക്രീൻ ഉണ്ട്, എല്ലാവരുടെ കയ്യിലും പലതുമുണ്ട്. പലരുമായും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഗെയിം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല നിലക്കുള്ള വർക്ക്, ചിലപ്പോൾ ഉപകാരപ്രദമായ വർക്ക് തന്നെ ആയിരിക്കും. എന്നാലും ആരും പരസ്പരം മനസ്സു തുറന്ന് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പലപ്പോഴും മനസ്സു തുറന്ന് സംസാരിക്കാൻ, ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ കുടുംബത്തിൽ അവസരങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ വലിയ മാനസിക പിരിമുറുക്കങ്ങളാണ് ഇന്ന് പല കുടുംബങ്ങളിൽ നിന്നും കേൾക്കാൻ കഴിയുന്നത്. കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നമുണ്ട്, അത് രക്ഷിതാക്കളോട് മനസ്സ് തുറക്കുന്നില്ല. ഭാര്യയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഭർത്താവിനോട് ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ ഭാര്യയ്ക്ക് കഴിയുന്നില്ല. ഭർത്താവിന് പല പ്രശ്നങ്ങളുണ്ട്, അത് ഭാര്യയോട് ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല. എന്നിട്ട് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? ഈ പ്രശ്നം മൂർച്ഛിച്ച് വലിയ വലിയ പ്രശ്നങ്ങളായി മാറി കൗൺസിൽ ചെയ്യാൻ വേണ്ടി ഒരാളെടുത്ത് കൊണ്ടുപോകുമ്പോഴാണ് പ്രശ്നങ്ങൾ അറിയുന്നത്. അപ്പോഴാണ് വാപ്പ ആകെ എന്ത് ചെയ്യുന്നത്? കണ്ണു തുറപ്പിക്കുന്നത്. ഇതൊക്കെ എന്റെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് പഠിച്ചോനെ, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. എന്തിയെ? ഇതൊന്നും അവിടെ ഒരു ഡിസ്കഷനും ഇല്ല, അവിടെ പറയാൻ അവസരങ്ങളില്ല, ആർക്കും സമയമില്ല, ഭയങ്കര തിരക്കിലാണ്, വീട്ടിൽ കൺട്രോൾ ഇല്ല, നെറ്റ് ഉപയോഗത്തിൽ കൺട്രോൾ ഇല്ല. ഒരു നിലക്കുള്ള എല്ലാ നിലക്കുള്ള തെർത്തീബും തെറ്റിക്കിടക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ശരിക്കും നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ ഒരു വികാരം മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഒക്കെ തന്നിട്ടുണ്ട്. അതെന്താണെന്നറിയോ? സ്നേഹം എന്ന് പറയുന്ന വികാരമാണത്. ആ വികാരത്തിൽ അലിയിച്ച് കളയാൻ കഴിയാത്ത യാതൊരു പ്രശ്നവും ദുനിയാവിലില്ല. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുണ്ട്, അവന്റെ അസ്തിത്വത്തിന്റെ തെളിവായി റബ്ബ് സുബ്ഹാനഹു വ തആല എടുത്തു കാണിച്ച ശക്തമായ ഒരു വികാരത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അല്ലാഹു പറയാണ്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون ومن آياته അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് മനുഷ്യരെ അവൻ ഉണ്ട് എന്നതിന്റെ അടയാളമാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളിൽ നിന്ന് തന്നെ അവൻ ഇണകളെ പടച്ചില്ലേ. മാത്രമല്ല, എന്തിനാണ് നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നത്? ലിതസ്കുനു ഇലൈഹാ, തന്റെ ഇണയിലേക്ക് സമാധാനപൂർവ്വം ഒത്തുചേരാൻ വേണ്ടിയാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അവൻ സ്നേഹത്തെയും കാരുണ്യത്തെയും എല്ലാം അവൻ നിശ്ചയിക്കുകയും ചെയ്തില്ലേ. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ഇതിലൊക്കെ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു പറയാണ്. ഇവിടെ അല്ലാഹു പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സംഭാഷണത്തിൽ, അതല്ലെങ്കിൽ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ ഫില്ല് ചെയ്യണം. എങ്ങനെ ഫില്ല് ചെയ്യേണ്ടത്? സ്നേഹം നിറഞ്ഞ സംസാരങ്ങളിലൂടെ, ആശയവിനിമയങ്ങളിലൂടെ,
നല്ല നിലക്കുള്ള കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹം, അത് സ്നേഹം എന്ന് പറയുന്ന വികാരം, ചിലര് പറയും എനിക്ക് നല്ലോണം സ്നേഹമുണ്ട് എന്നൊക്കെ പറയും, പക്ഷേ അവരുടെ മനസ്സിൽ സ്നേഹം ഉണ്ടാവും, പക്ഷെ അത് പ്രകടിപ്പിക്കൂല. സ്നേഹം എന്ന് പറയുന്ന വികാരം മനസ്സിൽ വെക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. അപ്പൊ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ആശയവിനിമയങ്ങളിലൂടെയാണ്, നല്ല സംസാരങ്ങളിലൂടെയാണ്. അങ്ങനെ ആശയവിനിമയങ്ങളിലൂടെയും നല്ല സംസാരങ്ങളിലൂടെയും കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും ഒക്കെ അവരുടെ സ്നേഹപ്രകടനങ്ങൾ നടക്കുമ്പോൾ, ആ നിലക്കുള്ള സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ, അവിടെ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ ശക്തമായ വികാരമാകുന്ന സ്നേഹം ആ പ്രശ്നങ്ങളെ അലിയിച്ചു കളയുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷെ ഇന്ന് പലപ്പോഴും കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണെന്നറിയോ? ഇന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ഏത് കോഴ്സിനും ട്രെയിനിങ് ഉണ്ടാവും, ഏത് കോഴ്സിനും നമ്മുടെ സമൂഹത്തിൽ ട്രെയിനിങ് കൊടുക്കുമല്ലോ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മരണം വരെ ഭാര്യയും ഭർത്താവും ജീവിക്കണം, അല്ലേ? അത് സത്യത്തിൽ ഒരു കലയാണ്. എന്ത് വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് കോച്ചിങ്ങും ഇല്ല, പ്രത്യേകിച്ച് ട്രെയിനിങ്ങും ഇല്ല, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുമില്ല. പലപ്പോഴും അതിന്റെ അഭാവം കൊണ്ട് തന്നെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, സംഭാഷണ പാളിച്ചകൾ ഉണ്ടാകുന്നു, കുടുംബ ബന്ധങ്ങൾ തകരുന്നു. സംഭാഷണം രണ്ട് നിലക്കുണ്ട്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഭർത്താവ് ചോദിക്കാണ് ഭാര്യയോട്, എന്റെ വാച്ച് എവിടെ? അപ്പൊ ഭാര്യ പറയാണ്, നിങ്ങളെ വാച്ച് ആ മേശയുടെ മുകളിൽ ഉണ്ടാവും, ഒന്ന് നോക്കിയട്ടോ, ആ മേശയുടെ മുകളിൽ ഉണ്ടാവും. ആ ശൈലി എങ്ങനെയുണ്ട്? അത് ഒരു സാധാരണ നിലയിൽ മാന്യമായ ഒരു ശൈലിയാണ്. എന്നാൽ നിങ്ങൾ ചോദിച്ചു, ഭർത്താവ് ചോദിക്കാണ് ഭാര്യയോട്, എന്റെ വാച്ച് എവിടെ എന്ന് ചോദിക്കുമ്പോ ഭാര്യ പറയാണ്, നിങ്ങളെ വാച്ച് നിങ്ങളെ കയ്യിലല്ലേ ഉണ്ടാവുക, അത് എവിടെയെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയും എന്ന് പറഞ്ഞാൽ എന്തുണ്ടാകും? അവിടെ സംഭാഷണ പാളിച്ചയുണ്ട്, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഇതേപോലെ ഭർത്താവും തിരിച്ചു പ്രതികരിച്ചാൽ അത് ഒരു സംവാദത്തിലേക്ക് വഴിമാറും, അവർക്കിടയിൽ സ്നേഹത്തിൽ വിള്ളലുകൾ ഉണ്ടാകും. ഇങ്ങനെയാണ് ഏത് സംസാരവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് സമയമില്ലായ്മയാണ്. അത് നമ്മൾ പരിഹരിക്കണം. നമ്മുടെ കുടുംബത്തിനൊരു ഫാമിലി ടൈം പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമാണ് എന്ന് മാത്രമല്ല, ഈ രൂപത്തിലുള്ള സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ നെറ്റും സംവിധാനങ്ങളും ഒക്കെ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിമാറും. മൂന്നാമത്തെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഇന്ന് കുടുംബം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ടെൻഷനാണ്. ടെൻഷൻ എല്ലായിടത്തും ടെൻഷൻ ഉണ്ട്, കുടുംബത്തിലും ടെൻഷനാണ്. കുടുംബത്തിലും ടെൻഷൻ ഉണ്ട്. ഭാര്യ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്, ഭർത്താവ് ടെൻഷൻ ഉണ്ട്, കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ട്. ഇതൊക്കെ എപ്പോഴറിയാം? ഇതൊക്കെ വലിയ പ്രശ്നമായി മാറി പൊട്ടിത്തെറിക്കാനായി മറ്റൊരു കൗൺസിലറുടെ അല്ലെങ്കിൽ കൗൺസിൽ ചെയ്യാൻ പറഞ്ഞ് കുടുംബ കൗൺസിലറുടെ മുമ്പിൽ എത്തുമ്പോഴാണ് ഇതൊക്കെ പൊട്ടിത്തെറിക്കുന്നത്. എന്നാൽ ഈ ടെൻഷന് വല്ല ഗുളികയുണ്ടോ? ഒരു ഗുളികയില്ല. ഒരു ഗുളിക കഴിച്ചിട്ടും ടെൻഷൻ മാറില്ല. എന്നാൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ദുരന്തങ്ങളാണെങ്കിലോ അത് നമുക്ക് പറയാൻ കഴിയില്ല. മിക്ക ശാരീരിക പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ടെൻഷനാണ്. ഒരു സംശയം അതിൽ വേണ്ട. സ്വഭാവത്തിൽ മാറ്റമുണ്ടാകും ടെൻഷൻ ഉണ്ടായാൽ. ജീവിത രീതികൾ താളം തെറ്റും, ഉറക്കം പോകും, ഷുഗർ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് ടെൻഷൻ മാറാൻ വേണ്ടിയാണ് ധാരാളം പ്രാർത്ഥനകൾ അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ടെൻഷൻ മാറാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ എത്രയാണ്? നോക്കൂ, നിങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ഏത്? അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക് ഇബ്നു അമതിക് നാസിയതി ബിയദിക് മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖളാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക എന്ന് തുടങ്ങുന്ന ദീർഘമായ പ്രാർത്ഥന. അതിപ്പോ പഠിപ്പിക്കാൻ സമയമില്ല, നിങ്ങൾ പഠിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പ്രാർത്ഥന ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഏതൊരു അടിമ ചൊല്ലിയോ അവന്റെ ടെൻഷനെ അള്ളാഹു നീക്കിക്കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ ബുഖ്ലി വൽ കസൽ വഗലബത്തിദ് ദൈൻ വഖഹ്രിർ റിജാൽ തുടങ്ങിയ പ്രാർത്ഥനകളൊക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. ടെൻഷൻ പോകണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ടെൻഷൻ പോകണമെങ്കിൽ പ്രാർത്ഥന കൊണ്ട് മാത്രം പോരാ, പ്രവൃത്തി പദത്തിൽ ചില കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. അതെന്താണെന്ന് മലയാളിയുടെ ഒരു പ്രശ്നം, നമ്മുടെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, നമുക്കൊരാവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് നമ്മൾ വലിഞ്ഞു കയറി ടെൻഷൻ അടിക്കുക എന്നതാണ് പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നത്. നമ്മുടെ കുടുംബം വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോവായിരിക്കും, പക്ഷെ അപ്പുറത്തെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവും. എന്നിട്ട് അങ്ങോട്ട് ഫോൺ ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ട് അത് പറഞ്ഞ് ഇത് പറഞ്ഞ് അതിൽ നമ്മൾ കൂടെ കണ്ണിയായി മാറുകയും അങ്ങനെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും.
ഇതാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത്. അതേപോലെ നിസാര പ്രശ്നങ്ങൾ അതിങ്ങനെ ചിന്തിച്ചുണ്ടാക്കി അത് വലിയ ടെൻഷന്റെ ഒരു പ്രശ്നമായി മാറി. എന്നാലോ പോസിറ്റീവായ സന്തോഷിക്കാനുള്ള ആയിരക്കണക്കിന് കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും ഉണ്ടായിട്ട് പോലും നിസാര പ്രശ്നങ്ങളുടെ പിറകിൽ പോയി അതിനെക്കുറിച്ച് ആലോചിച്ച് ദിവസങ്ങളോളം ആഴ്ചകളോളം ചിന്തിച്ച് ടെൻഷൻ അടിച്ച് ശരീരം മെലിഞ്ഞ് ഷുഗർ പേഷ്യന്റായി അങ്ങനെ ഒരുപാട് ദുരന്തങ്ങളിലേക്ക് ഇന്ന് കുടുംബങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായി നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അല്ലാഹു റസൂൽ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഒരു മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ നന്മയുടെ അടയാളം ഏതാണെന്ന് ചോദിച്ചാൽ അയാൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് അയാൾ വിട്ടു നിൽക്കലാണ്. എനിക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്തിനാണ് ഞാൻ വെറുതെ പോയി വലിഞ്ഞു കയറി അതിലിടപെടുന്നത്? എനിക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്തിനാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് സമയം കളയുന്നത്? എന്നെ ബാധിക്കാത്തൊരു പ്രശ്നത്തിന് വേണ്ടി എന്തിനാണ് ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എന്റെ ഇസ്ലാമിന് ഒരു ഗുണവും നൽകാത്ത ഒരു കാര്യത്തിൽ പോയി എന്തിനാണ് ഞാൻ തലയിടുന്നത്? എന്റെ കുട്ടികളെയും എന്റെ കുടുംബത്തെയും ഒരു നിലക്കും ബാധിക്കാത്ത ഒരു പ്രശ്നത്തിന്റെ പിറകിൽ പോയി ഞാൻ എന്തിനു വെറുതെ രോഗിയായി മാറുന്നു എന്ന് ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് വേണം. ആവശ്യമില്ലാത്തതിന്റെ പിറകിൽ പോവുക, അത് ഒഴിവാക്കുക. എന്നിട്ട് നമ്മുടെ ടെൻഷൻ മാറ്റാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമുക്ക് വേണ്ടി സംവിധാനിച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹമുണ്ട്. അതെന്താണെന്നറിയോ? ആണിന്റെ ടെൻഷൻ, പുരുഷന്റെ ടെൻഷൻ മാറണമെങ്കിൽ മാറ്റാൻ സ്ത്രീക്കല്ലാതെ കഴിയൂല. സ്ത്രീയുടെ ടെൻഷൻ മാറ്റാൻ പുരുഷനല്ലാതെ കഴിയൂല. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരമാണ് അവരുടെ ടെൻഷൻ മാറ്റേണ്ടത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സൃഷ്ടിച്ചു വെച്ച മഹാത്ഭുതങ്ങളിൽപ്പെട്ട ഒരു അത്ഭുതമാണ്. അതാണ് സൂറത്തുൽ ലൈലിൽ തുടക്കത്തിൽ ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച വചനം. നോക്കൂ, അല്ലാഹു പറയുന്നു, വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ. ഈ ആയത്ത് നിങ്ങളുടെ മനസ്സിൽ കോറിയിട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഇന്നത്തെ ആഴ്ച നമുക്ക് ഈ വിഷയത്തിന് പരിസമാപ്തി കുറിക്കാം. അല്ലാഹു പറയാണ്, വല്ലൈലി ഇദാ യഗ്ശാ, രാവ് അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആ രാവിനെ തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ തജല്ലാ, പകലിനെ തന്നെയാണ് സത്യം. അത് വെളിപ്പെട്ട് വരുമ്പോൾ, ആ പകല് പ്രത്യക്ഷപ്പെടുമ്പോൾ, രാവും പകലും മാറി മാറി വരിക എന്നത് നിസ്സാരമായ കാര്യമല്ല. അല്ലാഹുവിന്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പാണത്. അതിനോട് ചേർത്ത് അല്ലാഹു പറഞ്ഞ മറ്റൊരു അത്ഭുതകരമായ സൃഷ്ടിപ്പുണ്ട്. അതെന്താ? വമാ ഖലഖദ് ദക്കറ വൽ ഉൻസാ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതി തന്നെയാണ് സത്യം. സുബ്ഹാനല്ലാഹ്, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതി, ആ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് നിസ്സാരമല്ല. ആ രീതി തന്നെയാണ് ഏറ്റവും അത്ഭുതകരം. ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അല്ലാഹു ഈ അനുഗ്രഹം തന്നിട്ട് ഇതിലൂടെ നമ്മുടെ ടെൻഷൻ മാറ്റാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ പരാജിതരായി മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ കാണുകയും അതിന്റെ പരിഹാരങ്ങൾ ഈ നിലക്കാണെന്ന് ചിന്തിക്കുകയും നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനവും സ്വസ്ഥതയും നിലനിർത്താൻ ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യണമെന്ന് എന്നെ കേൾക്കുന്ന എല്ലാ വിശ്വാസിനികളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനവും ശാന്തിയും നിലനിർത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമായ ഒരു വിഷയം, നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം നിലനിൽക്കണമെങ്കിൽ രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഉത്തരവാദിത്വ നിർവഹണം കൃത്യമായി നടക്കാത്തത് കൊണ്ടാണ് എന്ന്. അതിലേക്ക് ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും വീട്ടിലെ രക്ഷാധികാരികൾ, അത് ഉമ്മയാകട്ടെ അതല്ലെങ്കിൽ അവിടെ ഉപദേശവും അവിടുത്തേതായ കുട്ടികളെ പരിചരിക്കുകയും തെർബിയത്ത് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വാപ്പയാകട്ടെ ഉമ്മയാകട്ടെ, പലപ്പോഴും കൃത്യമായ നിലക്ക് കുട്ടികളെ ഉപദേശിക്കാത്തതിന്റെ ഒരു കുറവ് നമ്മുടെ പല വീടുകളിലുണ്ട്. നിസ്സാരവൽക്കരിക്കുന്ന ഒരു പതിവ് നമ്മുടെ വീടുകളിലുണ്ട്. എപ്പോഴും നമ്മുടെ വീട്, നമ്മുടെ കുടുംബം ഇസ്ലാമികമായ അടിത്തറയിൽ നിലനിന്നെങ്കിലേ അവിടെ സമാധാനം ഉണ്ടാവും. ഇല്ലെങ്കിൽ പൈശാചികമായ ഇടപെടലുകൾ ഉണ്ടാവും. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഒരാവശ്യത്തിന് വേണ്ടി പോയി, തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങളുടെ വീടിന്റെ അകത്തേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ മനുഷ്യരുടെ ജന്മശത്രുവായ പിശാച് കൂടെ നിങ്ങളുടെ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഒരു സംഗതിയാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ പുറത്തോ എവിടെയാകട്ടെ ബിസ്മില്ലാ എന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ശൈത്താൻ കൂടെ ഭക്ഷണം കഴിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഖുർആൻ പാരായണമില്ലെങ്കിൽ അവിടെ പിശാച് വീട് കെട്ടി പാർക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് പിശാച് വിരണ്ടോടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശീലിപ്പിക്കണം, നമസ്കരിക്കാൻ പറയണം. ദിക്റുകളും ദുആകളും നമ്മളും നമ്മുടെ കുട്ടികളും മക്കളും ഒക്കെ രാവിലെയും വൈകുന്നേരവും ഒക്കെയുള്ള പ്രാർത്ഥനകളും ദിക്റുകളും നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. ഇതൊന്നും ഉണ്ടാവില്ല. വെറും വേറെ ഏതൊക്കെയോ ലോകങ്ങളിൽ, ഏതൊക്കെയോ സംഗീതത്തിന്റെയും റീലുകളുടെയും ലോകത്താണ് നമ്മുടെ കുടുംബങ്ങളിൽ പലരും. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവിടെ പ്രശ്നങ്ങളാണ്, അനുസരിക്കാത്ത മക്കളാണ്, വേദനാജനകമായ അവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, വഉമർ അഹ്ലക ബിസ്സലാഹ്, നിന്റെ കുടുംബത്തോട് നിസ്കാരത്തെ നീ കൽപ്പിക്കണം. നിസ്സാരമല്ല, നിസ്കാരത്തെ കൽപ്പിക്കണം. ചെയ്യാത്തവരോട് നിസ്കരിക്കുക എന്ന് പറയണം. എന്നിട്ട് അല്ലാഹു പറയാണ്, അത് പറഞ്ഞാൽ മാത്രം പോരാ, വസ്തബിർ അലൈഹാ, അത് ചെയ്യാൻ വേണ്ടി, അത് ചെയ്യുന്ന വിഷയത്തിൽ വാപ്പയും ഉമ്മയും ക്ഷമ കാണിക്കുകയും ചെയ്യണം. അവരത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. കുടുംബത്തോട് പറയണം. എന്നിട്ട് അല്ലാഹു പറയാണ്, ലാ നസ്അലുക റിസ്ഖാ, ഞാൻ നിങ്ങളോട് ഒരു റിസ്ഖും ഉപജീവനവും ചോദിക്കുന്നില്ല, നിസ്കരിക്കാൻ മാത്രമാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. എന്നിട്ട് അല്ലാഹു പറയാണ്, നിങ്ങൾ നിസ്കരിച്ചാൽ, കുടുംബം നിസ്കരിച്ചാൽ, നഹ്നു നർസുഖുക, നിങ്ങൾക്ക് ഉപജീവനം ഞാൻ നൽകുന്നതാണ്. വൽ ആഖിബതു ലിത്തഖ്വാ, സൂക്ഷ്മത പുലർത്തുന്നവർക്കാണ് നല്ല പര്യവസാനമുള്ളത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയാണ്, ഇദാ അഖംത സ്വലാത്ത, നീ നിസ്കാരം, നിന്റെ കുടുംബമൊക്കെ നിസ്കരിച്ചാൽ, അതാക റിസ്ഖ്, നിനക്ക് റിസ്ഖ് വരും. മിൻ ഹൈതു ലാ തഹ്തസിബ്, നീ പ്രതീക്ഷിക്കാത്ത നിലക്ക് അല്ലാഹു നിനക്ക് റിസ്ഖ് തരുമെന്ന് അല്ലാഹു എവിടെ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഉപജീവനമൊക്കെ അല്ലാഹു തരും. അപ്പൊ ഈ അടിസ്ഥാനം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അതാണ്. ബാക്കിയുള്ള കാരണങ്ങളും അതിന്റെ പരിഹാരങ്ങളും നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ മക്കളെയും ബന്ധുക്കളെയും എല്ലാവരെയും അല്ലാഹു നാളെ സ്വർഗത്തിൽ നമ്മോടൊപ്പം ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തുമാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മാരക രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു എത്രയും വേഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളിൽ പലരും അറിയാവുന്ന ഒരു വ്യക്തിത്വം, എൻ്റെ ഒരു സുഹൃത്താണ്. മിനി ഊട്ടിയിലുള്ള ജാമിയ അൽ ഹിന്ദ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ കമ്മിറ്റി ഭാരവാഹിയാണ് അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ. അദ്ദേഹത്തിന്റെ ഒരു മകൻ +2 വിദ്യാർത്ഥിയാണ്. രാവിലെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി യൂണിഫോം ധരിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയും അങ്ങനെ ഹോസ്പിറ്റലിൽ ആ കുട്ടിയെ പ്രവേശിപ്പിക്കുകയും ഇപ്പോഴും ശരിയായ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരാതെ വലിയ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ മകന് വേണ്ടി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ആ കുഞ്ഞു മകന്റെ രോഗം എത്രയും വേഗം അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന്, നമ്മുടെ ബന്ധുക്കളിൽ നിന്നൊക്കെ കഷ്ടതകളും പ്രയാസങ്ങളും മാറാ രോഗങ്ങളും ഒക്കെ അനുഭവിക്കുന്ന പലരുമുണ്ട്. അവർക്കെല്ലാവർക്കും അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين ودمر أعداء الدين وانصر عبادك الموحدين
ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار